പ്രായത്തോടുകൂടി ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ സ്വയം ഒറ്റയ്ക്ക് ചെയ്തു തുടങ്ങി. അപ്പോഴൊക്കെയാണ് അവർക്ക് സ്വയം ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നവർ തിരിച്ചറിഞ്ഞത്. സൈക്കോളജിയിൽ ഇതിനെ സ്ട്രെസ് അഡാപ്റ്റേഷൻ എന്ന് പറയും. നമുക്കുണ്ടാവുന്ന സമ്മർദ്ദം ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു മനസ്സ്. നമ്മുടെ മനസ്സും ശരീരവും ഈ റെസീലിയൻസ്, ഈ ശക്തി തിരിച്ചറിയുന്നത് നമ്മുടെ കംഫർട്ട് സോണിന് പുറത്തേക്ക് വരുമ്പോഴാണ്. നമ്മളൊരു കംഫർട്ട് സോണിൽ നിൽക്കുമ്പോൾ വീക്കാണ്, എത്ര സ്ട്രോങ് ആണ് എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. എല്ലുകൾക്ക് പ്രഷർ കിട്ടുമ്പോഴാണ് അത് കൂടുതൽ സ്ട്രോങ് ആവുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മസിൽസിന് കൂടുതൽ വെയിറ്റ് എടുക്കുമ്പോഴാണ് അത് കൂടുതൽ സ്ട്രോങ് ആവുന്നത്. ഇമോഷണൽ സിസ്റ്റം അങ്ങനെ തന്നെയാണ്. നമ്മൾ റീബിൽഡ് ചെയ്യാനും റീസ്റ്റാർട്ട് ചെയ്യാനും ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. അതിനെ നേരിടുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ റെസിലിയൻസ് നേരിടാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെയൊക്കെ കൾച്ചറിൽ നമ്മളെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത് വേദന അവോയ്ഡ് ചെയ്യാനും അതുപോലെ തന്നെ